കോട്ടയത്തുമൊക്കെ ഈ സൗപ്രായ എന്ന ഒന്നിട്ട് ആളുകളെ സമീപിച്ച് ഈ കോംപ്ലക്സിന്റെ ആ ഏരിയയുടെ മൊത്തം ഒരു പിക്ചർ എടുത്തപ്പോൾ ഏതാണ്ട് 56 ഷട്ടർ ബോർഡുകൾ വരുമെന്ന വിധം വിശാലമായ 52ഓളം ഷട്ടർ ബോർഡ് സ്ഥാപിക്കാനുള്ള സൗകര്യം നമുക്ക് അവിടെ ഉണ്ട്. ആ ഷട്ടർ ബോർഡുകൾ സ്ഥാപിച്ച ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ കടുവാമൊഴി ബസ് സ്റ്റാൻഡ് കുറച്ചുകൂടി ആക്റ്റീവായി നമുക്ക് പുനരുദ്ധരിച്ച് ബസ് ഓപ്പറേറ്റിംഗ് സെന്റർ അവിടെയായി കയറി ഇറങ്ങി പോകുന്ന വേദി ഇവിടെയായി മാറ്റിയാൽ രണ്ട് ബസ് സ്റ്റാൻഡിനും രണ്ട് ഭാഗത്തിനും ഒരുപോലെ നമുക്ക് പ്രാധാന്യം ലഭിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ഈ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നാം പ്ലാൻ ചെയ്ത് 4 നിലയായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അവിടെ നമുക്ക് 56 ഷട്ടർ ബോർഡുകൾ പണിയാം. രണ്ടാമത്തെ ഫ്ലോർ എന്ന് പറയുന്നത് എനിക്ക് പറയുകയാണെങ്കിൽ പൂഞ്ഞാർ ഏരിയ, അവിടെ നമുക്ക് ന്യായമായിട്ട് ആ പൂഞ്ഞാർ റോഡിനോട് ചേർന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിത് ഈ ഏരിയ ഓപ്പണിംഗ് ഭാഗം അതുപോലെ 1-2 ഷട്ടറുകൾ നിലനിർത്തിക്കൊണ്ട് ബാക്കി 2 വഴികൾ തുറന്നിട്ട് നമുക്ക് അവിടെ ഏതാണ്ട് ഒരു 40 കാറുകൾ പാർക്ക് ചെയ്യാവുന്ന വിധം നമുക്ക് അവിടെ രൂപപ്പെടുത്തുവാൻ കഴിയും. അതിന്റെ മുകളിൽ നമ്മൾ 2 നിലകൾ പ്ലാൻ ചെയ്യുന്നത് പാർക്കിങ്ങിന് വേണ്ടി പ്രധാനപ്പെട്ടുകൊണ്ടാണ്. ചെറിയ കെട്ടിടങ്ങൾ ആ 4 ഫ്ലോറിൽ മുകളിൽ 2 ഫ്ലോറിലും ഉണ്ടാകും. അവിടെ പ്രധാനമായും പാർക്കിംഗ് ആണ് നാം ഉദ്ദേശിക്കുന്നത്. ഈ 3 ഫ്ലോറിൽ കൂടി കാർ പാർക്കിംഗ് വെച്ചാൽ നമുക്ക് ഇരാറ്റുപേട്ട ടൗണിൽ ഏതാണ്ട് 100 കാർ പാർക്കിങ്ങുകൾ നമുക്ക് അവിടെ കൊണ്ടുവരാൻ കഴിയും. മാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെ അറിവനുസരിച്ച് കാർ പാർക്കിങ്ങിന് നമുക്ക് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് 2 കോടി രൂപ ഗ്രാന്റും മാർക്കറ്റ് പണിയുന്നതിന് പച്ചക്കറി മാർക്കറ്റ് എന്ന് പേരിട്ടാൽ നമുക്ക് 2 കോടി രൂപ, ഇവിടെ 4 കോടി രൂപ ഗ്രാന്റ് കിട്ടുമ്പോൾ നമ്മുടെ എയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2 നിലയ്ക്ക് 3.25 കോടി രൂപയും ബാക്കി വരുന്ന 2 നിലയ്ക്ക് ഏതാണ്ട് 2 കോടി 6 കോടി രൂപ ഗ്രാന്റോട് കൂടി നാം കടമെടുത്താൽ 2 കോടി രൂപയുടെ തിരിച്ചടവ് ഉണ്ടാവുന്നുള്ളത് കൊണ്ട് നമുക്ക് സ്വാഭാവികമായി ഇരാറ്റുപേട്ട മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ തന്നെ നമുക്ക് ന്യായമായ ഒരു വരുമാനം 90 കടകൾക്ക് ആവറേജ് ഒരു 4000 രൂപ കൂട്ടിയാൽ പോലും 5 ലക്ഷം രൂപ ഒരു മാസം വരുമാനം വരാവുന്ന വേണ്ട നാം ആഗ്രഹിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് പണി പൂർത്തിയാക്കുന്നതോട് നമുക്ക് നിർവഹിക്കാൻ കഴിയും. നമ്മുടെ ഈ ടീമിന്റെ നമ്മുടെ ഈ നഗരസഭയിൽ 28 ആളുകളുടെ നിലവിൽ വ്യാപാരി വ്യവസായവുമായി സംസാരിച്ചിട്ടുണ്ട്, അവിടുത്തെ കച്ചവടക്കാരുമായി സംസാരിച്ചിട്ടുണ്ട്. തൊടുപുഴയിലും തൃശ്ശൂരിലും നടത്തിയ പുനരധിവാസ പാക്കേജ് പരമാവധി കുറച്ചുകൂടി ലിബറലൈസ്